ഏഷ്യ കപ്പ് ഫൈനൽ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവിടെ മത്സരങ്ങൾ തകൃതിയായിട്ട് നടക്കുമ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും മഹേഷ് പൂലൂരുണ്ട് വിവരങ്ങൾ നൽകാനായി. മഹേഷ്, പാകിസ്ഥാന്റെ മധ്യനിരയെ ശരിക്കും ഇന്ത്യൻ ബൗളർമാർ വിറപ്പിക്കുകയല്ലേ? അജി, തീർച്ചയായും പാകിസ്ഥാന്റെ ആറാമത്തെ വിക്കറ്റും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ ആറാമത്തെ വിക്കറ്റ്, ഹുസൈൻ തലത്തിന്റെ വിക്കറ്റ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഞ്ജു സാംസന്റെ മനോഹരമായ ഒരു ക്യാച്ച്, അക്സർ പട്ടേലിന്റെ പന്തിൽ സഞ്ജു അത് വലിയ ഉയരത്തിൽ പൊങ്ങിയ ഒരു പന്തായിരുന്നു. ആ പന്തിനെ ലക്ഷ്യമാക്കി സഞ്ജു കുതിക്കുകയും അവസാന നിമിഷം ഒരു ഫുൾ ലെങ്ത് ഡൈവിലൂടെ സഞ്ജു സാംസൺ ഒരു വിക്കറ്റ് ഒരു ക്യാച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്നു. കുൽദീപ്, ക്ഷമിക്കണം, സൽമാൻ ആഗയുടെ വിക്കറ്റാണ് ഇപ്പോൾ അവസാനമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. സൽമാൻ ആഗയുടെ വിക്കറ്റ്. ഇപ്പോൾ പാകിസ്ഥാന്റെ സ്കോർ എന്ന് പറയുന്നത് 133-6 എന്ന നിലയിലാണ്. തുടക്കത്തിൽ പാകിസ്ഥാൻ വലിയ തോതിൽ റൺസ് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഓപ്പണർമാരായ സാഹിബ് സാദ ഫർഹാനും ഫക്കർ സമാനും തുടക്കത്തിൽ ഇന്ത്യൻ ബൗളർമാരെ ശരിക്കും പരീക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വരുൺ ചക്രവർത്തി, സാഹിബ് സാദ ഫർഹാന്റെ വിക്കറ്റ് തിലക് വർമ്മയുടെ കൈകളിലേക്ക് ഫർഹാനെ എത്തിച്ച് വിക്കറ്റ് എടുത്തതോടു കൂടിയാണ് പാകിസ്ഥാന്റെ തകർച്ച തുടങ്ങിയത്. പിന്നീട് പാകിസ്ഥാൻ ഈ കളിയിലേക്ക് തിരികെ വരാൻ സാധിച്ചിട്ടില്ല. ഫക്കർ സമാൻ 46 റൺസ് എടുത്തു. സൈം അയൂബ് തുടക്ക മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പണറായിരുന്നു. സൈം അയൂബ് 14 റൺസിന് പുറത്തായി. മുഹമ്മദ് ഹാരിസ് റൺ എടുക്കാതെ പുറത്തായി, രണ്ടാമത്തെ പന്തിൽ പുറത്തായി. ക്യാപ്റ്റൻ സൽമാൻ ആഗ കേവലം 8 റൺസ് മാത്രം എടുത്ത് പുറത്തായി. ഹുസൈൻ തലത്ത് കേവലം 1 റൺസ് മാത്രം എടുത്ത് പുറത്തായി. അപ്പോൾ പാകിസ്ഥാന്റെ മധ്യനിരയെ ചുരുട്ടിക്കൂട്ടുകയാണ് ഇന്ത്യയുടെ ബൗളർമാർ. തുടക്കത്തിൽ ഒരു തിരിച്ചടി, നേരിയ തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഇന്ത്യ ഈ മത്സരത്തിലേക്ക് തിരികെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. 16.1 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 133 എന്ന നിലയിലാണ് പാകിസ്ഥാൻ. ശരി മഹേഷ്, ഞാൻ തിരികെ എത്താം മഹേഷിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ.